മോശയുടെ മേൽ ഇറങ്ങി വന്നതുപോലെ എലീശായുടെ മേലതുപോലെ എനിക്ക് വലിയൊരു അനുഭൂതി, വിശുദ്ധിയുടെ അനുഭൂതി, ദൈവ സാന്നിധ്യത്തിന്റെ അനുഭൂതി, വലിയ ശക്തിയുടെ അനുഭൂതി, പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ഭാഷമായി മാറുന്ന വലിയ അനുഭൂതി, ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തക്കമുള്ള വലിയ അനുഭൂതി എനിക്ക് നൽകണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കപ്പെടുന്നവരെ ഈ ജീവിതത്തിൽ ഈശോയുടെ ആത്മാവ് നിറഞ്ഞ ഒരു ജ്വലന, ഒരു തീ കത്തൽ ആത്മാവേ ഇന്ന് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയോട് ചേർന്ന് ഇവിടെ കരം പിടിച്ച് എന്റെ മക്കൾ പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. രൂപതയ്ക്കാണ് രൂപ നൽകിയിരിക്കുന്നത്. രൂപ അധിഷ്ഠിതത്തിൽ ഒരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ കൈവെപ്പിലൂടെയാണ് വരം ജ്വലിപ്പിക്കപ്പെടുക. ആണോ? ഇപ്പോൾ മാമോദിസ സമയത്ത് നമുക്ക് ലഭിച്ച വലിയ അനുഭൂതി കൈവെപ്പിലൂടെ അവരുടെ പിതാവ് സാധിക്കുന്നതോടെ എല്ലാവരും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ഇഞ്ചിച്ചിരി ഒരുങ്ങിയാലാണ് ആ ജ്വലനം നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ആരാധനയ്ക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ നമുക്കൊരു 2 ടെസ്റ്റിമണികൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിമണി പറയാനായിട്ട് കൊണ്ട് എൻ്റെ പേര് ലിസി. ഞാൻ ഇംഗ്ലീഷിലാണ് വരുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നത് മാർച്ച് 1 സൺഡേ ആണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പം അന്ന് ഞാൻ വന്നതും വളരെയധികം ക്ഷമത്തോടെയാണ് വന്നത്. കാരണം ഞാനൊരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ കെയർ ഹോം മാർച്ചിൽ അത് ക്ലോസ് ചെയ്യുവാന്ന് പറഞ്ഞവർ പറഞ്ഞു. അപ്പോൾ പെട്ടെന്നായിരുന്നു നിങ്ങൾ പറയുന്നത്. അപ്പം ഞങ്ങളൊരു 23 പേരോളം അവിടെ സ്പോൺസർഷിപ്പ് വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ജോലി വർഷത്തോടെ പറഞ്ഞ് അവർ ആ വർഷത്തിലൂടെ വന്നപ്പോൾ ഇവിടെ വന്ന് ആരാധന കൂടി. ആ സമയത്ത് ലാസ്റ്റ് ആരാധന കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ നിന്നപ്പോഴത്തേക്കും അച്ഛൻ ബ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അച്ഛനൊരു കാര്യം പറഞ്ഞു. ഞങ്ങളിങ്ങനെ കേരളത്തിൽ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ 23 പേരോളം അവരെയാണ്. ഞങ്ങൾ എല്ലാവരും ജോലി ഇഷ്ടപ്പെടും. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വേണ്ടി തലയിൽ കഴിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എനിക്ക് ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി വന്ന് മാർച്ച് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് അപ്പോൾ അവർക്ക് 2-3 കുറച്ച് കെയർ ഹോം ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് എല്ലാവരും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എവിടെയെങ്കിലും പോകാൻ നിങ്ങൾ റെഡിയാണോ? ഞങ്ങളെല്ലാവരും പറഞ്ഞു പോകാൻ തയ്യാറാണ്, പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് മൊമെൻ്റായപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ വേക്കൻസി ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ ജോലി നോക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷമത്തിൽ നിന്ന് പിന്നെ ഞാൻ മാർച്ച് ലാസ്റ്റ് വീക്ക് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ജപമാല എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് ഓൺലൈനിൽ എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ പള്ളി കഴിഞ്ഞു. അപ്പോൾ അതിന് തലേ ദിവസം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുവാണ് ഇതിൻ്റെ ഓണർ ഒരു മെയിലായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഒരു മെയിൽ അയച്ചു. സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മറുപടിയൊക്കെ വന്നിട്ട് ഞാനത് രാത്രി ആയപ്പോഴത്തേക്കും പ്രസ് രാവിലെ വരുമായിരുന്നു വിചാരിച്ചു. പ്രസ് രാവിലെ ആയപ്പോഴത്തേക്കും മെസ്സേജ് ഒന്നും വരുന്നില്ല. അപ്പോൾ പള്ളി കഴിഞ്ഞ് വന്നു. ഞങ്ങൾ സമ്പൂർണ്ണ ജപമാല സ്റ്റാർട്ട് ചെയ്തു. ജപമാല തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് ഒന്ന് കിടക്കുവാണ്, ഒരു മെയിൽ ഒന്ന് കിടക്കുവാണ്. അപ്പം ഞാനിത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കാര്യം ഞങ്ങൾ അവിടെ എക്സിറ്റ് തന്നെയുള്ള ഒരു കെയർ ഹോമിൽ അവിടുത്തെ മാനേജറെടുത്ത് സംസാരിച്ചിട്ടുണ്ട്, നീ എത്ര ഞങ്ങൾ കോൺടാക്ട് ചെയ്യാമെന്നാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. അപ്പം തന്നെ ഞാൻ എനിക്ക് അറിയില്ല എങ്ങനെ ഞാൻ അപ്പം തന്നെ അവിടെ പോയി ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു.
വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് നിന്റെ കാര്യം ഇപ്പം വിളിച്ച് സംസാരിച്ചിരുന്നു എന്നാണ് ജോലി ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചത്. അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. കാരണം എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് വെറുതെ നിൽക്കേണ്ടി വന്നില്ല. കാരണം മാർച്ച് 31-ാം തീയതിയാണ് എനിക്ക് ആ മാർച്ച് 31-ാം തീയതി പുതിയ ബ്രാഞ്ചിലേക്ക് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇത്രയും അനുഗ്രഹം മാതാവിന് ഒരുപാട് എനിക്കെന്താ പറയുന്നത് അറിയത്തില്ല. ഒരു അസ്വസ്ഥപ്പെട്ട കാര്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആരാധനയ്ക്കൂടെ വന്നപ്പോൾ എനിക്ക് കാൽ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റൊമക്കൊക്കെ അൾസറൊക്കെ ഇതുപോലെ ഇൻഫെക്ഷൻ ആകുന്ന ഒരു കാര്യമാണ് കാൽ പ്രൊട്ടക്റ്റ്. അത് ഭയങ്കര ഹൈ ആയിരുന്നു, 1466. അപ്പോഴത്തേക്ക് അത് ഇമ്മീഡിയറ്റ്ലി അത് റിഫർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു 2 വീക്ക് റിഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റിഫറൻസ് ഒന്നും വന്നില്ല. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് ഞാനിവിടെ ആരാധനയ്ക്ക് വന്നു. ആരാധനയ്ക്ക് പോയിട്ട് ഞാൻ പ്രൊജക്ട് ചെയ്ത് നോക്കിയപ്പോൾ 41. അതുകൊണ്ട് തന്നെ എൻ്റെ ഇവിടെ 10th ഡിഗ്രി മിനിയാന്ന് ഞാൻ ആ കൺസൾട്ടൻ്റെ അടുത്ത് പോയി. ഇപ്പം ഇപ്പം ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല സുഖമായി. ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചോണ്ട് വന്നു. എനിക്ക് ആരെയൊക്കെ കോട്ടിട്ട് അതൊക്കെ പറഞ്ഞിങ്ങനെ വെച്ചോണ്ട് വന്നു. അത് സുഖപ്പെട്ടു. പിന്നെ എന്തോ വേറൊരു സുഖം കൂടി എനിക്ക് ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഈ സമയത്ത് ഒരു കളക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഈ കൺവെൻഷന് വേണ്ടി അത് ഒത്തിരി ആവശ്യമുണ്ട്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ കോളും ചാപ്പുകളും എല്ലാം ഒത്തിരി റെന്റ് കൊടുക്കേണ്ടതുണ്ട്. സംസാരിപ്പിക്കാനുള്ള കാര്യങ്ങൾ അതിനെല്ലാം ഒത്തിരി പൈസ സാമ്പത്തികമായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പിരിവെടുക്കുവാണെന്ന് കരുതരുത്. പക്ഷേ നമുക്കത് ആവശ്യമുള്ളത് കൊണ്ട് നമുക്കൊരു കളക്ഷൻ എടുക്കുവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആഗോവിധം സംഭാവന ചെയ്ത് നമ്മുടെ കൺവെൻഷന് അതിന്റെ ചെലവ് നികന്നു പോകാൻ വേണ്ടി നമ്മുടെ പ്രാവശ്യം ഒത്തിരി കടബാധ്യതയോടുകൂടി കടന്നു പോകുന്നു. കർത്താവ് ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളോട് നമ്മളെ ശക്തിപ്പെടുത്തി നമ്മളെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത കളക്ഷനായിട്ട് വരുമ്പോൾ നിങ്ങളത് സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. Hallelujah. Suara bersama dengan suara kowe. Hallelujah. Hallelujah. ഒരു അത്ഭുതകരമായ ടെസ്റ്റിമണി നവീന് പറയണമെന്ന് പറഞ്ഞിട്ട് നവീൻ അതുകൊണ്ടാണ് നവീനെ എഴുതി കൊടുക്കുന്നത്. നവീനെ ക്ഷണിക്കുന്നതിന് എൻ്റെ പേര് നവീൻ, വൈഫ് സ്നേഹ, ഇത് ഇളയ കൊച്ച് ഇവാഞ്ചൽ, മൂത്ത കൊച്ചുണ്ട് ക്ലാസ്സിലാണ്. ഞങ്ങൾക്ക് ഈ 2025 ജനുവരി 1 ഇവ 2-3 ദിവസമായിട്ട് പനിയൊക്കെ ഇരിക്കുമായിരിക്കും. പാരസമോൾ പനിയും കുറയും, അങ്ങനെ ഇതായിട്ട് ഇരിക്കുമായിരിക്കും. എന്നാൽ ഒരുപാട് പനിച്ച് ഒരുപാട് ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പാരസമോൾ കഴിക്കുന്നു, പനി കുറയും, അങ്ങനെ ഒരു ഇതായിരുന്നു. അത് ന്യൂ ഇയറിന്റെ അന്ന് രാവിലെ ഒരു വെളുപ്പിനായപ്പോഴത്തേക്കും കൊച്ചിനെ ബ്രീത്തിങ്ങിനൊക്കെ ചെറിയ സ്ട്രഗിൾ ചെയ്യുന്നത് തോന്നും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ
സിറ്റുവേഷൻ കുറച്ചുകൂടെ ക്രിട്ടിക്കലാണ്. അത് എത്രയും പെട്ടെന്ന് ഇൻഡിബേറ്റ് ചെയ്യാനായിട്ട് വേറെ വഴിയാണ്. അപ്പോൾ ഇൻഡിബേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെന്റിലേറ്ററിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം ഇതെല്ലാം വളരെ പെട്ടെന്നാണ്. രാവിലെ ഞങ്ങൾ കുറച്ച് സംസാരിച്ച് വർത്താനം പറഞ്ഞ് ഞങ്ങളുടെ കൂടെ പോകുന്നത്. അവിടുന്ന് ഹോസ്പിറ്റലിലെത്തി അവിടുന്ന് നേരെ വെന്റിലേറ്റർ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ അവിടുന്ന് വെന്റിലേറ്ററിലേക്ക് പോയി. അവര് പറഞ്ഞു അവരുടെ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ICU ഇല്ല. അപ്പൊ അവര് പറഞ്ഞു ഇവിടുന്ന് മാറ്റുവാണ്, കേന്ദ്രത്തിലുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാണ്, കാരണം അവിടെ അതിനുള്ള ഫെസിലിറ്റി ഉള്ളത്. അങ്ങനെ അന്ന് വൈകുന്നേരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ ICU വെന്റിലേറ്ററിലായിരുന്നു. അവിടുന്ന് പിന്നെ ഒരു 3-4 ദിവസം അവിടെയായിരുന്നു. 4-ാം തീയതി അടുത്തേക്ക് അവിടുന്ന് ഇവിടെ ലണ്ടനിലുള്ള ഗ്രേറ്റ് ഓർമൺ സ്ട്രീറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റിംഗ് വെന്റിലേറ്ററിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും അവരിവിടെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ആദ്യം ന്യൂമോണിയ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ന്യൂമോണിയ ആയിരുന്നു. പിന്നെ ഫർദർ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും അത് HFPV ഉണ്ടായിരുന്നു, ഇൻഫ്ലുവൻസ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഫെക്ഷൻസ് ആയിരുന്നു, വൈറലും ബാക്ടീരിയലും എല്ലാം. അത് പിന്നെ സെപ്സിസ് ആയി കഴിഞ്ഞ് മൾട്ടിപ്പിൾ ഓർഗൻ ഡാമേജ് വന്നു, സെറിബ്രൽ അട്രോഫി ഉണ്ടായിരുന്നു, കിഡ്നി ഫെയിലിയർ ആയി. അങ്ങനെ ഗ്രേറ്റ് ഓർമൺ സ്ട്രീറ്റ് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് കുറച്ച് ഡയാലിസിസ്, വെന്റിലേറ്റർ, അങ്ങനെ ഏത് പാൻക്രിയാറ്റിസ് ഉണ്ടായിരുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ഓർഗൻസിനെ അഫക്ട് ചെയ്യും, മൾട്ടിപ്പിൾ ഇൻഫെക്ഷൻസ്. അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും ഇവിടുത്തെ ഡോക്ടേഴ്സ് അങ്ങനെയാണല്ലോ, അവര് നാട്ടിലെ പോലെ ഇങ്ങനെ വിളിച്ചു വെച്ചൊന്നും പറയുന്നില്ല. അവര് മുഖത്തോക്കി ഉള്ള കാര്യം പറഞ്ഞു, കൊച്ചു രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോ എക്മോ ചെയ്യാം. അത് ഇംഗ്ലണ്ടില് പിള്ളേർക്ക് വേണ്ടി എക്മോ ചെയ്യുന്നത് ഈ ഗ്രേറ്റ് ഓർമൺ സ്ട്രീറ്റ് ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇങ്ങോട്ട് റെഫർ ചെയ്തത്. അപ്പം അവര് അവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് കൺസെന്റ് ഫോം സൈൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഒരു പെർസെന്റേജ് പറഞ്ഞു ഇത്ര ചാൻസ് രക്ഷപ്പെടാനായിട്ട് എങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കൊച്ചിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പഴയ കൊച്ചിനെ തിരിച്ചു കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പിന്നെ നമുക്ക് നമ്മളൊരു റോളർ കോസ്റ്റർ പോലെയായിരുന്നു. ഒരു 3 മാസം ഹോസ്പിറ്റലിൽ ICU, വെന്റിലേറ്റർ ICU, അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രത്യേക അവസ്ഥയിലൂടെയായിരുന്നു എനിക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ സംഭവം ഉണ്ടാകുന്നതിന് ഒരു 1-2 ആഴ്ച മുമ്പ് സിസ്റ്ററും അച്ഛനും കൂടെ നോവച്ചിലൊരു ധ്യാനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ സിസ്റ്ററിനെ ആദ്യമായിട്ട് കാണുന്നു. അപ്പൊ സിസ്റ്ററുടെ അടുത്ത് കണ്ടിട്ട് ആ ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് കഴിഞ്ഞ് കൊച്ചിന്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ സിസ്റ്ററെ വിളിച്ചു പറഞ്ഞു. അപ്പം സിസ്റ്റർ പ്രാർത്ഥിക്കാറുണ്ട്. ഈ ജനുവരി 4 ഒരു ഇതുപോലെ ഒരു ആശയാഴ്ചയായിരുന്നു. അന്ന് ഇവിടെ സെന്ററിൽ വെച്ചിട്ട് ആരാധനയ്ക്കിടയിൽ കൊച്ചിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സിസ്റ്ററെ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നത് അറിയാം. ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, കാരണം നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ കുറച്ച് ബ്ലെസ്സിംഗ് ഉള്ള ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും നടക്കില്ല. നമുക്കിനി വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ അതിനപ്പുറത്തേക്ക് ഹോസ്പിറ്റലോ ഡോക്ടേഴ്സോ ഒന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 15ന് മറ്റാണ്, ജനുവരി 15ന് മറ്റോ ഇവിടുന്ന് ഗ്രേറ്റ് ഓർമൺ സ്ട്രീറ്റിൽ തിരിച്ച് അഡൻബ്രോക്സിലേക്ക് പോയി. അഡൻബ്രോക്സിലെ ICU ആയിരുന്നു. അപ്പോൾ ഓക്സിജൻ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ അവിടെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പലവിധ സെക്കൻഡറി ഇൻഫെക്ഷൻസും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടുന്ന് വാർഡിലേക്ക് മാറ്റുന്ന ദിവസം രാത്രി കൊച്ചിന് ന്യൂമോതറാക്സ്, പിന്നെ ലങ്സ് കൊളാപ്സ് ആയി. ഒരു മിഡ്നൈറ്റ് ആയപ്പോൾ ഞാൻ ആ സമയത്ത് സിസ്റ്ററെ വിളിച്ചു. ഇത് കുറച്ചുകൂടെ
സീരിയസ് ആയ പ്രശ്നം വീടുമായി അങ്ങനെ തിരിച്ച് വീണ്ടും ഐസിയിലേക്ക് വാട്ടിലേക്ക് മറ്റേ ദിവസത്തെ ഐസിയിൽ പോയി എന്താ ഒരു ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്തു. അത് കറക്റ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് പിന്നീട് ഡേറ്റ്സ് ഒന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കർത്താവ് നമ്മുടെ കുഞ്ഞുമാമയെ ആരോഗ്യത്തോടെ നമുക്ക് തിരിച്ചു പോകാൻ ഞങ്ങളുടെ പേര് പറഞ്ഞു ജീവിതങ്ങളെ ആഗ്രഹിക്കുന്ന ഈശോ ഈ ആത്മാവിലുള്ളത് നിങ്ങൾ വിശ്വസിച്ചാൽ ഈശോ നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കും. കണ്ണുനീർ തുടങ്ങും ജീവിതത്തിൽ അവർ അനുഗ്രഹ മഴയായി പെയ്യുന്നു. അവർ
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് കർത്താവിനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, അവരെ നമുക്കെല്ലാം മുട്ടുകുത്തി നിന്ന് ദിവികാരണനാഥനെ നമ്മുടെ മധ്യത്തിലോട്ട് ക്ഷണിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂട്ടി കർത്താവിന്റെ സന്നിധിയിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന ഒരു ആരാധനയിലേക്ക് ദൈവം നമ്മളെ പ്രവേശിക്കുന്ന സമയമാണ്. പ്രാർത്ഥിച്ച് കർത്താവെ ഈ ആലയത്തിൽ നിങ്ങളുടെ വലിയ ശക്തി ഇറങ്ങി വരട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചേർന്ന് പാടാം. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ആൾക്കാരിൽ എഴുന്നള്ളിയിരിക്കുകയും ജീവനുള്ള കർത്താവ് ഈ ആൾക്കാരിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. കർത്താവെ, അവിടുന്ന് ഈ ആൾക്കാരിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ അങ്ങയുടെ വലിയ സാന്നിധ്യത്താൽ ഞങ്ങൾ ഈ ആലയത്തെ നിറയ്ക്കണമേ. കർത്താവെ, അവിടുന്ന് ജീവനുള്ള അപ്പമാണെന്ന് വിശ്വസിച്ച് അവിടുന്ന് ഈ ആൾക്കാരിൽ എഴുന്നള്ളിയിരിക്കുന്ന വലിയ സാന്നിധ്യത്തെ ഓർത്ത് നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവ് യാത്ര എഴുന്നള്ളി വന്നതോർത്ത് രണ്ട് കരകളും ഉയർത്തി ഈശോയെ സ്തുതിച്ചേ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ.
ശക്തി കൊണ്ട് കർത്താവേ, ഇതാ കർത്താവ് അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാനെന്ന് അബ്രഹാം വിളിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഈ കർത്താവിനെ എന്നെയും നിങ്ങളെയും കർത്താവിൽ നിന്നുകൊണ്ട് വിളിക്കുകയും തന്നോട് ചേർന്ന് നിൽക്കും. മോശ കണ്ട അമ്മപ്പടപ്പിന്റെ അഗ്നിയെ കാണാൻ മോശ അടുത്ത് ചെന്ന് കാണാൻ ആഗ്രഹിച്ചു. അടുത്തേക്ക് വിളിക്കുന്ന ഒരു ഈശോ ഈ അൾത്താരയിലുണ്ട്. ഈശോയെ, ഇതാണ് എല്ലാ മക്കളും ഈശോയോട് പറയട്ടെ. ജീവിതത്തിന്റെ ഏതൊക്കെ തലങ്ങളിലാണ്, ഒരുപക്ഷെ ദൂരെ നിൽക്കുന്ന നീ ആണെങ്കിൽ കർത്താവിനോട് പറയണം, ഈശോയെ, ഇതാണ് എന്നെ അങ്ങയുടെ മുഖത്തിൽ എന്നെ ഉരുമായ നിമിഷം മുതൽ നിനക്കറിയാം. എന്റെ ചിന്ത, എന്റെ വാക്ക്, എന്റെ പ്രവൃത്തി. ജെറമ്യ 29:11 ഞാൻ വായിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. അതിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. കർത്താവേ, അങ്ങയുടെ മുഖത്തിൽ വസ്തുതീയമായി സൃഷ്ടിച്ച എന്റെ ജീവിതമിതാ നിന്റെ പക്കലേക്ക് ഞാൻ എടുത്തു വയ്ക്കും. എല്ലാ മക്കളും സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. നീ ഏത് അവസ്ഥയിലാണ്, രോഗിയായിരിക്കാം, ദുഃഖിതയായിരിക്കാം, ഒരുപാട് സന്തോഷമുള്ള വ്യക്തിയായിരിക്കാം, ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച വ്യക്തിയായിരിക്കും, എന്തുമായിക്കൊള്ളട്ടെ, ഈ ആലയത്തിലിരിക്കുന്ന ഓരോ മക്കളും സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കും. രണ്ട് കരങ്ങൾ ഈശോയുടെ മക്കളോട് നിങ്ങൾ നീട്ടിപ്പിടിക്കും. ഇതാ ഞാനെന്ന് എല്ലാ മക്കളും ഈശോയോട് പറയട്ടെ. ഈശോയെ, ഇതാ ഞാൻ കർത്താവേ, അവിടുത്തെ ഉത്തരം നൽകാനായി ആലയത്തിൽ ഞാൻ വന്നു നിൽക്കുന്നു. കർത്താവേ, അവിടുന്ന് എന്നെ കൈ നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും അടുത്ത് വിളിച്ചപ്പോൾ അടുത്ത് വന്നവനാണ് കർത്താവ്. നീ വിളിക്കുന്നോറും ഈശോ നിന്റെ അടുക്കലോട്ട് വരൂ. ഈശോയെ സ്വലമുയർത്തി എല്ലാ മക്കളും ഒന്ന് വിളിച്ചു തുടങ്ങിയേ. ഈശോയെ, ജീവിക്കുന്ന അപ്പമായ നമ്മുടെ തമ്പുരാൻ, സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവ്, നിന്നെ രൂപപ്പെടുത്തിയ നിന്റെ കർത്താവ്, നിനക്ക് ഭവനം തന്ന നിന്റെ കർത്താവ്, ജീവിതവും ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളെ തന്ന കർത്താവ്, അവരിതായി ആത്മാവിൽ എഴുന്നള്ളിയിരിക്കുന്നു. സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അവനെ ആരാധിക്കാൻ ഈശോ നമ്മളെ വിളിച്ചിരിക്കുക. കർത്താവ് മോശയെ പറഞ്ഞയച്ചു, എന്റെ ജനത്തെ കാനാദേശത്തോട് കൊണ്ടുവരണം, എന്നെ ആരാധിക്കാൻ വേണ്ടി നീ അവരെ കൂട്ടിക്കൊണ്ടുവരണം. ദൈവം ആഗ്രഹിക്കുകയാണ് എല്ലാ മക്കളും അവരുടെ ആരാധിക്കണമെന്ന്. സഭയോട് ചേർന്ന്, സഭാമക്കളോട് ചേർന്ന് ഹൃദയത്തിന്റെ വലിയ അഗാധങ്ങളിൽ ഈശോയെ ആരാധിക്കണം. മുഴുവൻ സ്നേഹവും കൊടുത്ത് എല്ലാ മക്കളും ഈശോയെ ആരാധിക്കട്ടെ. എന്റെ കർത്താവേ, എന്നെ ഇന്നോളം സ്നേഹിച്ച, ഇത്രത്തോളം ജീവിക്കാൻ അനുവദിച്ച, ഇത്രത്തോളം ഉയർത്തിയ കർത്താവിനെ ആരാധിക്കട്ടെ. ദാവീദ് പറയുന്നുണ്ട്, കർത്താവേ, അടിയനെയും അടിയന്റെ കുടുംബത്തെയും ഇത്രത്തോളം ഉയർത്താൻ അടിയൻ എന്തുണ്ട് കർത്താവെ? ഒന്നുമില്ല കർത്താവേ. നിലച്ചു പോകുന്ന ശ്വാസം മാത്രമാണ് കർത്താവെ ഞാൻ, മാഞ്ഞു പോകുന്ന നിഴലാണ് കർത്താവെ ഞാൻ. എന്നിട്ടും നീ എന്റെ ജീവിതത്തെ അലങ്കരിച്ചിരിക്കുന്നതോർത്ത്, എന്നിട്ടും എന്റെ കുടുംബത്തെ നീ ഉയർത്തിയതോർത്ത്, എന്നെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നതോർത്ത് എന്തുമാത്രം ബ്ലെസ്സിങ്സ് ആയിശോ നമുക്ക് നൽകിയിരിക്കുന്നത്. രണ്ട് കരകൾ ഉയർത്തി ഈശോയെ സ്തുതിച്ചു തുടങ്ങിക്കേ. അത് മനസ്സിലാക്കി
സ്നേഹമോടെ ഉണർന്നിടട്ടെ കൈകൾ നീട്ടിയെങ്കിലും മാറി എന്നെ ചേർക്കണമേ ദൈവസ്നേഹം നിറച്ചിടേ അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേ ഉദ്ധാരത്തിൻ അത്ഭുത ശക്തി
പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയും പെട്ടെന്ന് വരുവാനിരിക്കുന്ന ഒരു ശബ്ദം ആകാശത്ത് നിന്നു. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. കർത്താവേ, വലിയൊരു അനോയിന്റിങ്ങിന് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. എന്റെ ശരീരത്തിലോട്ട് നിന്റെ വലിയ അനോയിന്റിങ് പകരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. പാപത്തെ അതിജീവിക്കാൻ, സ്വർഗത്തോളം എത്തുന്ന ഒരു ജീവിതം നയിക്കാൻ, സാക്ഷിയായി മാറാൻ തക്കമുള്ള വലിയൊരു അനോയിന്റിങ് കർത്താവേ നീ എനിക്ക് നൽകണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും കർത്താവിന്റെ സന്നിധിയിൽ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, സങ്കീർത്തക പുസ്തകം 143 അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. കർത്താവേ, അങ്ങയുടെ മക്കളിലേക്ക് എന്റെ കരങ്ങൾ ഞാൻ വിധിക്കുന്നു. ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിലം പോലെ എന്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ മക്കളിലേക്ക് എന്റെ ദൃഷ്ടികൾ ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നു. പോകാനൊരിടമില്ല, നമുക്ക് അഭയം തേടാൻ മറ്റൊരിടമില്ല. ഈ അൾത്താരയല്ലാതെ ഒന്നുമില്ലെന്ന് വിശ്വസിച്ച് ഈശോയുടെ മക്കളോട് നമ്മുടെ ശരീരത്തെ നമുക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ഈശോയുടെ മക്കളോട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. സ്നേഹം കുറഞ്ഞു പോയ നമ്മുടെ ഹൃദയം, മടുപ്പ് വരുന്ന നമ്മുടെ ഹൃദയം, മനസ്സ് ഭാരപ്പെടുന്ന നമ്മുടെ ഹൃദയം, കർത്താവേ, ഇതാ നിന്റെ മക്കളോട് ഞാൻ സമർപ്പിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 10:17 എസെക്കിയേൽ 20:47 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 15 വചനത്തിൽ നമ്മൾ കാണുകയാണ്. കർത്താവ് അഗ്നിയിൽ എഴുതുന്നു. അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ. കർത്താവേ, അഗ്നിജ്വാലയായി ഈ മധ്യത്തിലോട്ട് ഇറങ്ങി വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ കല്ലുകളും മുള്ളുകളും ദഹിപ്പിച്ച് കളയുന്ന സ്വർഗത്തിന്റെ അഗ്നി, ഏലിയായുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന അഗ്നി ഈശോയെ തന്റെ ജീവിതത്തിലോട്ട് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏലിയ ബലിപീഠത്തിൽ ബലിക്കമേൽ ബലിവസ്തു വെച്ച് ചക്കു തുറന്ന്, ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, അങ്ങാടിന്റെ ദൈവമെന്ന് വെളിപ്പെടുത്തണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച നിമിഷം സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി ബലിവസ്തു ദഹിപ്പിച്ചതുപോലെ ഈ അൾത്താരയിൽ ദിവികാരണമാകുന്ന തീക്കട്ടയിൽ നിന്ന് അഗ്നി നമ്മളിലേക്ക് വ്യാപരിക്കുന്ന അത്ഭുത മണിക്കൂറാണിത്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് അടയാളമായി മാറും. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടി 2 കരങ്ങൾ ഉയർത്തി വിളിച്ചു പ്രാർത്ഥിച്ച ഈശോയെ ശക്തമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ.
ഭക്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, നീ ആത്മാവിൽ പ്രവചിച്ചില്ല. ഭക്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, നീ ആത്മാവിൽ പ്രവചിച്ചില്ല.
ഈശോയെ മാത്രം നോക്കി നിൽക്കുകയും കർത്താവ് ജെറുസലേമിന്റെ നഗരത്തിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അവനെ തൊട്ടവരും അവനെ കണ്ടവരും അവൻ തൊട്ടവരും അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. ഈശോ ആൾക്കാരായിട്ട് നമ്മുടെ മധ്യത്തിലൂടെ ഇറങ്ങി വരാൻ പോകുന്ന നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുമ്പോൾ നെഞ്ചു തുറന്ന് നീ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 61-ാം 1-2 വചനങ്ങളിൽ കർത്താവേ, ഞാൻ നിന്നോട് വിളിച്ചപേക്ഷിക്കുന്നു. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ നിന്നോട് വിളിച്ചപേക്ഷിക്കുന്നു. ഹൃദയം തകർന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അപ്രാപ്യമായി പാലയിൽ നീ എന്നെയൊന്ന് കയറ്റി നിർത്തണമേ. ഇനി ആലയത്തിൽ വന്നിരിക്കുന്ന അങ്ങനെ ഓരോരുത്തർ നിയോഗങ്ങളെ നിങ്ങൾ അക്കമിട്ട് ഈശോയുടെ മക്കളോട് സമർപ്പിക്കണം. ഒരടയാളം ചോദിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. ജീവനുള്ള അപ്പമായി ഈശോ നമ്മുടെ മധ്യത്തിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ അത് നിനക്ക് ഒരടയാളമായിട്ട് മാറണം. അതുകൊണ്ട് ഓരോ മക്കളും ഒരു ഡേറ്റ് ഇട്ട് ഒരു സമയമിട്ട് ഈശോയോട് ചോദിക്കണം. ഈശോയെ, അവിടുന്ന് ഹെസക്കിയായുടെ പ്രാർത്ഥന കേട്ട ആയുസ് 15 വർഷം കൂടി നീട്ടിക്കൊടുത്തവനാണ്. ആ മാസത്തിന്റെ കടികാലത്തിൽ അവിടുന്ന് സൂചി പുറകോട്ട് ചലിക്കാൻ ഇടയാക്കി അടയാളങ്ങൾ ചെയ്യുന്നവനാണപ്പാ. ആ വലിയ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കും. ഈശോ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഈ സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഗായക സംഘം പാട്ടുപാടും, സ്തുതിക്കാൻ പറയുമ്പോൾ സ്തുതിക്കണം. ഈശോ ഏത് ദിക്കിലൂടെ പോകുന്നോ ആ ദിക്കിലേക്ക് എല്ലാ മക്കളും നോക്കി നിൽക്കുക. എന്നിട്ട് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കണ്ണുകൾ അടച്ചും കരങ്ങൾ ഉയർത്തിയും എല്ലാം. നിങ്ങൾ മറ്റൊന്നും ശ്രദ്ധിക്കരുത്. വലിയ അനോയിറ്റിംഗ് ദൈവം നൽകും. ദിവികാന്റെ പ്രസസിന് ശേഷം നമ്മൾ ഓരോരുത്തരെ, അതായത് ഓരോ കാറ്റഗറി ആയിട്ട് വിളിച്ച് മുമ്പിൽ നിർത്തി കർത്താവിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശക്തമായിട്ട് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയേ. കർത്താവാണ് മധ്യത്തിലൂടെ ഇറങ്ങി വരുന്ന സമയം. ആത്മാവിനെ സ്തുതിക്കട്ടെ. Thank you.
Thank you.
ഒരുപാടായിട്ട് നമ്മളെ ആശീർവദിക്കുന്ന സമയമാണ്. എല്ലാ മക്കളും രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. സ്തുതികളെ സമയത്താണ് ഈ സമയത്ത് തോന്നുന്നത്.
മാസം 29, 30, 31 തീയതി വലിയ അവധി സമയമാണ്. നമ്മുടെ യൂത്തിന് 18 വയസ്സിന് പോലുള്ള എല്ലാ കുട്ടികളെയും സാധിക്കുമെന്ന് നമ്മൾ പറയാൻ കുറച്ച് സീറ്റുകൾ 90 സീറ്റുകൾ ഒരു 60 സീറ്റുകൾ ഇല്ലായിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടാൽ വ്യത്യസ്തമായ അനുഭവമായി മാറിയിട്ടുള്ള യൂത്ത് ധ്യാനത്തിന്. അപ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്യുക. ഓഗസ്റ്റ് 29, 30, 31 തീയതിയിലുള്ള യൂത്ത് ധ്യാനം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ച് മക്കളെ വിടണം. നിങ്ങളുടെ കൈക്കാരന്മാരോട് കമ്മിറ്റിയോട് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ടീനേജ് റിട്രീറ്റ് ഉണ്ട്. നമ്മുടെ ടീനേജ് റിട്രീറ്റ് നടത്തുമ്പോൾ വീണ്ടും പേരൻസ് ചോദിക്കുന്നത് കൊണ്ട് ഒരു ടീനേജ് റിട്രീറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. അത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ്. അത് സെപ്റ്റംബർ മാസം 10, 11 സെപ്റ്റംബർ മാസം 12. ഹല്ലേലൂയ. നമ്മൾ പറയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നിങ്ങളുടെ മക്കളെ പറഞ്ഞിട്ടുള്ള ഇപ്രകാരമാണ്. സെപ്റ്റംബർ മാസം 12, 13, 14 തീയതികളിലാണ് ടീനേജ് റിട്രീറ്റ് വരുന്നത്. വെള്ളി, ശനി, ഞായറാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ അത് നോട്ട് ചെയ്യണം. നിങ്ങൾ ടീനേജ് കുഞ്ഞുങ്ങൾക്ക് അത് ഉപകാരപ്രദമാണ്. പുതിയൊരു അധ്യയന വർഷത്തിന് അത് ഏറ്റവും പ്രയോജനപ്പെടുന്നതാണെന്ന് നമ്മൾ നടത്തിയ എല്ലാ ടീനേജ് റിട്രീറ്റിൽ നിന്നും കുഞ്ഞുങ്ങളെ ലിസ്റ്റ് വഴി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളോട് അത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അനന്ത തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കൺവെൻഷൻ ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ സംസ്ഥാനത്തെ സെപ്പറേറ്റ് സെഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുക. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് സ്വിമ്മിംഗ് ആണ് അല്ലെങ്കിൽ മറ്റു പലതാണ്. പക്ഷേ ഈശോയെ കൊടുക്കാൻ മാസത്തിൽ 1 പേരൻസിനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങൾ ലജ്ജിക്കേണ്ടി വരില്ല എന്ന് കഴിഞ്ഞ നാളുകളിൽ മക്കളെ ദേവരാജ് കൊണ്ടുപോയ പേരൻസിന്റെ അനുഭവങ്ങൾ എന്റെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളെ അറിയിക്കുക. പറ്റുമെങ്കിൽ മാസത്തിൽ 1 നിങ്ങളുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. കുഞ്ഞുങ്ങളുടെ പ്രത്യേക ശുശ്രൂഷയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ദിവസം എല്ലാ മാസത്തിലെയും ബസ്സാക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇത്രയും പേര് വന്നതിന് പ്രത്യേകം നന്ദി. ചില സ്ഥലങ്ങളിൽ വണ്ടിയൊക്കെ കിട്ടി നിങ്ങൾ വന്നു. അപ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത മാസത്തെ ബസ്സാക്കുകയിൽ നിങ്ങൾ 2 പേരെ കൂട്ടിക്കൊണ്ടുവരുമോ? രസമാണോ? അപ്പൊ കർത്താവ് അതിനുള്ള അനോയിറ്റിംഗ് എന്ന് കിട്ടിയോ എന്നുള്ളത് അടുത്ത മാസം സാധ്യതയിലാണ് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. ഫിറ്റ്നസ് ആകാനുള്ള വിധിയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രസ്ഥാനത്തിൽ നിങ്ങളുടെ കൂടെ 2 പേരും കൂടി ഉണ്ടാകും. ഹല്ലേലൂയ. ആരും റെഡി? അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് എനിക്ക് നിങ്ങളെ ആരെയും കാണാനായിട്ട് സാധിക്കില്ല. നിങ്ങളെ കിടക്കം വിചാരിക്കരുത്. ഇപ്പൊ പോയാലാണ് രാത്രി 8 മണിയാകുമ്പോൾ എനിക്ക് അവിടെ എത്താനായിട്ട് പറ്റുള്ളൂ. ഈശോ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുക. അതുകൊണ്ട് പ്രഭുവിന്റെ പിതാവ് തന്നെ എല്ലാവരുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ബ്ലെസ്സിങ്ങും കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ മെസ്സേജിന്റെ ഫോണിൽ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് ഇട്ടാൽ മതിയാകും. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൾ കൂടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. വർഷമാണ് സുധാരിയുടെ സാധകത്തിൽ പ്രതികരിക്കുക ചെയ്യുന്നത്, ആരാധ്യമൊക്കെ ചെയ്യുന്നത്. നമുക്ക് കാലിക ശിക്ഷയിലെല്ലാം മോശമായിരിക്കും. അപ്പായുടെ ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃഷ്ണപിതാവേ, പുതിയതാവണമേ, ഞങ്ങളുടെ രാജ്യമേ, ഞങ്ങളുടെ പോലെ പെരുമാറണമേ.